കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയൊരു വർക്കായിട്ട് വന്നതന്നെയാണ്. ഇതിനകത്ത് ജിപ്സം വർക്ക് കഴിഞ്ഞൊരു വരെയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫാൾട്ടുകൾ വന്നിട്ടുണ്ട് ജിപ്സം ചെയ്ത് കഴിഞ്ഞപ്പോൾ. നിലവിൽ ഇതിനകത്ത് മുകളിൽ ഓട് വയ്ക്കാനുള്ളൊരു ഓപ്ഷനാണ് ചെയ്തത് ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ വാർക്കൊന്നും തള്ളി വാർത്തയുള്ള ഈ ഓട് വെക്കണതിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്നാ വെച്ചാൽ അകത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട് വർക്ക് കഴിഞ്ഞിട്ടാണ് ജിപ്സം വർക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ജിപ്സത്തിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലുണ്ട്. ഇതിപ്പോൾ ജിപ്സം കഴിഞ്ഞ് ഒരു കോട്ട് പുട്ടി ഇട്ട് ഒരു കോട്ട് പ്രൈമർ അടിച്ചതാണ്. ഈ പുട്ടി വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ടാണ് ഇതിനകത്ത് സെൻട്രിക്കടെ ഇനി മൾട്ടിവിൻഡ് വർക്ക് വരാനുണ്ട്, ലൈറ്റ് പോയിൻ്റ് വരാനുണ്ട്. അപ്പോൾ മൾട്ടിവിൻഡ് വർക്ക് CNC കട്ടിങ് ഉള്ള ഒരു വർക്കാണ് ചെയ്യണത്. അതുപോലെ ഫ്രണ്ടിലും ഒരു വർക്ക് വരാനുണ്ട്. ഇതിനകത്ത് വന്നേക്കണ ഒരു കാര്യം കാണിച്ചാൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഉള്ളതാനുണ്ട്. അതിന് മഴയൊക്കെ ഭയങ്കര മഴ കൂടി വന്നതിനായിട്ട് കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഊപ്പര് കയറികളാണോ, വെള്ളത്തിൻ്റെ പ്രശ്നം വന്നതിനാണ്ട് വെള്ളം ഭിത്തിയുടെ ഒലിച്ചിറങ്ങിയാനായിട്ട് നമുക്ക് ഇവിടെ ജിപ്സത്തിൽ അതിൻ്റെ ആ കാലിപ്പ് വന്നേക്കണുണ്ട്. വെള്ളം കാലിച്ച് ഇറങ്ങിയേക്കണതിനുണ്ട് അത്രയും ഭാഗത്ത് പ്രശ്നം വന്നേക്കാം. ആണോ, പൂപ്പിലൊന്നും ജിപ്സത്തിൽ. അപ്പോൾ ജിപ്സം കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡബിൾ ഹൈറ്റിൻ്റെ ഓപ്പണിങ് ഏരിയയാണ്, ഗ്ലാസ് വന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഭിത്തിയുടെ ഇങ്ങനെ വെള്ളം വന്ന് ഇറങ്ങിയാനാണ് ഉണ്ടോ, ഫുള്ളും വെള്ളം ഇറങ്ങി അവിടെ കാലിപ്പ് വന്നതിനുണ്ട് അത്ര ഭാഗത്ത് ജിപ്സം കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ജിപ്സത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു പുതിയ പെര പണിത് കഴിയുമ്പോൾ തന്നെ ഓട് വർക്ക് ഉണ്ടെങ്കിൽ ഓട് വർക്ക് കഴിഞ്ഞിട്ടാണ് ജിപ്സത്തിൻ്റെ വർക്ക് ചെയ്യാവുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ജിപ്സം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന പ്രശ്നങ്ങളുണ്ടോ, അവിടെ വെള്ളം കാലിച്ച് അവിടെ പൂപ്പിൽ കയറിയുണ്ട്. പിന്നെ ഈ നനവ് കാണുന്ന പ്രശ്നമുണ്ട്. അതാണ്ടോ ഭിത്തിയിൽ നനവ് കാണുന്നുണ്ട്, ബ്ലാക്ക് കളറിൽ വന്നതാണ്, ഭിത്തിയിൽ വരുന്ന നനവാണ്. പുട്ടി വർക്ക് ഫുള്ളായിട്ടും കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പ്രശ്നമില്ല. അപ്പം ഇത് ഡബിൾ ഹൈറ്റിൽ വന്നതിനാണ് പ്രശ്നങ്ങൾ കൂടുതലും കാണിക്കുന്നത്. മുകളിലത്തെ നിലയാണ് ഏറ്റവും കൂടുതൽ കാണിച്ചാണത്. അതുപോലെ ഇത് ഈ ഓപ്പൺ ഏരിയയിൽ കാണിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിൽ വരുമ്പോൾ നമ്മൾ എന്താണ് വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള വർക്കുകൾ എന്താണോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം സീലിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ. ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇത് ഡൈനിങ് ഹാളാണ്. നമ്മൾ കൂടുതലും സീലിങ്ങിൽ ജിപ്സം കഴിഞ്ഞിട്ട് കൂടുതലും ചെയ്യുന്നത് വുഡ് വർക്കാണ്. അപ്പോൾ ഈ സെൻറ്ററിലൊക്കെ വുഡിൻ്റെ ഒരു പോയിൻ്റ് വരാനുള്ളതാണ്. ഉണ്ടോ, വുഡ് വർക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇനിയും മൾട്ടിവുഡ് മൈക്കാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഇത് ഓപ്പൺ കിച്ചണാണ്. ഇവിടെ സാധാ സീലിംഗ് നമ്മൾ പ്ലെയിൻ സീലിംഗ്, കിച്ചണിൽ പ്ലെയിൻ സീലിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ഡൈനിങ് ഹാളിൽ നമ്മൾ നല്ലൊരു അടിപൊളി വർക്കാണ് വരാൻ പോണത്. അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്. ഈ ലൈറ്റിൻ്റെ പോയിൻ്റുണ്ട്, അതുപോലെ വുഡ് കളം പോലെ തിരിച്ച് നല്ല ലൈറ്റ് 3 സ്റ്റെപ്പായിട്ടാണ് വന്നത്. ഇതിനകത്ത് വുഡ് കളർ വന്നെ കേട്ടോ, 3 സ്റ്റെപ്പ് വർക്കാണ്. ഇത് പ്രയർ യൂണിറ്റ്. ഇവിടെയൊന്നും വെള്ളത്തിൻ്റെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണിക്കണില്ല. കണ്ടോ, പ്രയർ യൂണിറ്റാണ്, നിസ്കാര റൂം. ഇതുപോലെ നമുക്ക് CNC കട്ടിങ്ങിൻ്റെ വർക്കുണ്ട്. ഇതിനകത്തും ഈ സെൻറ്ററിലെ ഒരു CNC കട്ടിങ് ഉണ്ട്. അതുപോലെ മൈക്ക മൾട്ടിവുഡ് ഒട്ടിച്ചിട്ട് അതിനകത്ത് മൈക്കയുടെ വർക്കും വരാനുണ്ട്. ഇതുപോലെ വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. വെച്ചിട്ടുണ്ടെങ്കിൽ ജിപ്സം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന ഒരു മെറ്റീരിയലാണ്, വെള്ളം ഒഴുകി വന്ന പ്രശ്നം. അതുപോലെ നമ്മളിപ്പോൾ ഇവിടുത്തെ എന്ത് ചെയ്തേക്കണത് ഇതുണ്ടോ, ഇപ്പോൾ നമ്മൾ മാർബിൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മുകളിലത്തെ പോളിഷിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളതിന് നമ്മൾ ആ വർക്ക് ചെയ്തേക്കണേ. മുകളിലെ ഫുള്ള് വർക്കും കഴിഞ്ഞിട്ട്, അതായത് മാർബിളിൻ്റെ ഫുള്ള് വർക്കും കഴിഞ്ഞ് വെള്ളം മുകളിൽ നിന്ന് ആ പോളിഷ് ചെയ്തതിൻ്റെ വെള്ളം ഒലിച്ചിറങ്ങിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ സീലിംഗ് വർക്ക് തുടങ്ങിയത്. ഇവിടെ ആ പ്രശ്നം കാണിക്കില്ല, വെള്ളത്തിൻ്റെ പരിപാടി കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞ് നമ്മൾ സീലിങ്ങിൻ്റെ സൈഡ്, അതുപോലെ ജിപ്സത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ സൈഡിൽ വന്നത് സ്റ്റെയറിൻ്റെ സൈഡിൽ തന്നെ ഫുള്ളും മരമാണ്, മരം പാനലിങ്ങാണ്. ഇത്ര ഏരിയ, ഈ ഒരടി വീതിക്ക് വന്ന ഏരിയ മൊത്തം മരം പാനലിങ്ങാട്ടോ. ബാക്കി ഇതിൻ്റെ സെൻറ്ററിലും നമ്മൾ മൾട്ടിവുഡിൽ മൈക്ക് ഒട്ടിച്ച് ചെയ്യാനുള്ളതാണ്. സൈഡൊക്കെ മൾട്ടിവുഡാണ്. അതുപോലെ മരത്തിൻ്റെ ഡിസൈനാണ് മൊത്തം തന്നെ, വുഡ് കളറിലാണ് മൊത്തം തന്നെ. രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് TV ഹാളാണ്. ഇവിടെ ഡബിൾ ഹൈറ്റ് ഉണ്ട്.
ഡബിൾ ഹൈറ്റ് ചെയ്തേക്കണത് നമ്മൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഇതാണ് ചെയ്തത്. നമ്മൾ കോവൊന്നുമില്ല, ഈ പൊടിയൊന്നും കയറിയിരിക്കാത്ത രീതിയിൽ നമ്മൾ കോർണിഷ് വെച്ചാണ് ഫുള്ള് വർക്കും ചെയ്തത്. അത് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണിച്ചു തരാം. കോർണിഷിൻ്റെ വർക്കാണ് കൂടുതലും കൊടുത്തത്. ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഡബിൾ ഹൈറ്റിൽ അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മൾ അവിടെ മൊത്തം കോർണിഷിൻ്റെ വർക്കാണ് കൊടുത്തത്. ഇവിടെ മാത്രമാണ് നമ്മൾ വർക്ക് നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന ഏരിയയിൽ മാത്രമേ പൊടി ഡസ്റ്റർ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നമുക്ക് വാക്വം ഉപയോഗിച്ച് വലിക്കാവുന്ന രീതിയിൽ ഉള്ള ഏരിയയിൽ മാത്രമാണ് നമ്മൾ കോവ് കൊടുത്തത്. അല്ലാതെ ഒരു ഭാഗത്തും കോവ് കൊടുത്തിട്ടില്ല. ഇനി ബെഡ്റൂം, ഇതൊരു ബെഡ്റൂമാണ്. താഴെ 3 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ഒരു ബെഡ്റൂമാണ് ഇത്. കിഡ്സ് റൂമാണ്. ഇവിടെ നമ്മൾ കട്ടിൽ വന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് മുകളിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കട്ടിലിങ്ങനെ ആർച്ച് പോലെ വന്നൊരു ഈ സൈഡ് ഈ കോർണർ ഇങ്ങനെ ബെൻഡടിച്ച് വന്ന ഒരു കട്ടിലായതുകൊണ്ട് അതുപോലെ അതേ ഡിസൈനിൽ തന്നെയാണ് മുകളിൽ സീലിംഗ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു വേവിൻ്റെ വൻ്റെ ഇവിടെയാണ് വാർഡ്രോബ് വന്ന ഏരിയ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഡബിൾ ഹൈറ്റ്, അതായത് ഈ ലോഫ്റ്റ് വരാവുന്ന രീതിയിലാണ് നമ്മളിവിടെ സീലിംഗ് കൊടുത്തേക്കുന്നത്. ഈ ബെഡ്റൂമിൽ സീലിംഗ് കൊടുത്തേക്കണം കേട്ടോ. അതുപോലെ ഈ എഡ്ജിൽ നമ്മൾ വുഡ് കളറ് കൊടുക്കുന്നുണ്ട്. മൊത്തം വുഡ് കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ പറഞ്ഞേക്കണം. അപ്പോൾ ഇതിനകത്തും സീലിംഗിൽ വുഡ് കളറും എൻ്റെ ഇതിൻ്റെ ഈ ഭാഗം ഈ പ്ലെയിൻ വർക്കും എൻ്റെ ഭാഗത്ത് ഫുള്ള് വുഡാണ് കേട്ടോ. ഇനി അടുത്ത റൂം. അപ്പോൾ ഇതാണ് കട്ടിലെ ഹെഡ് വന്ന ഏരിയയിൽ മാത്രം നമ്മൾ ഇത്ര ഏരിയ നമ്മൾ പാനലിംഗ് ഉള്ളതാണ്. അതുകൊണ്ടാണ് പെയിൻറ്റിങ് ചെയ്യാത്തത്. അതുപോലെ അവിടെ വേവിൻ്റെ താഴെ ബോക്സ് വന്ന ഏരിയയിലും നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടില്ല. അതുപോലെ ഇവിടെ ബോക്സ് വന്ന ഏരിയയിലൊന്നും നമ്മൾ കൊടുത്തില്ല. ഇവിടെ ഡ്രസ്സിങ് അലമാരി വന്നെ അതുപോലെ ഡ്രസ്സിങ് റൂമിലും ഇതേ ഭിത്തിയിൽ വരച്ചിട്ടേക്കും മാതിരി ഒട്ടുമില്ല. ഇവിടെയും നമ്മൾ പെയിൻറ്റിങ് കൊടുത്തിട്ടില്ല. ഈ ബെഡ്റൂം അതുപോലെ പടത കെട്ടിയാണ്ട് നല്ല ഇരുട്ടുണ്ട്. ഇവിടെയാണ് അലമാരി വന്ന ഏരിയ. അതുപോലെ ഇതിനകത്ത് ഡിസൈൻ നമ്മൾ ബെഡ്റൂമിലൊന്നും ഡിസൈൻ കൊടുത്തിട്ടുള്ള ജസ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ ഒരു കോവിൻ്റെ സൈഡിൽ കൂടെ മാത്രം വുഡ് മൾട്ടിവുഡ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിനകത്ത് മൈക്ക് ഒട്ടിക്കാനുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും കൊടുത്തില്ല. ഡിസൈനൊന്നുമില്ല. ഹെഡുണ്ട്. ഹെഡ് റെസ്റ്റിന് 5 അടി പൊക്കത്തിന് ഹെഡ് റെസ്റ്റ് ചെയ്യുന്നത് തന്നെ. അതുപോലെ കബോർഡ് ഈ ഏരിയയിലാണ് തന്നെ. വേവിൻ്റെ ഇതിന് എല്ലാ റൂമിലും വേവിൻ്റെ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലും കണ്ടോ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. നമ്മളെല്ലാം സിമ്പിളായിട്ടുള്ള വർക്ക് മാത്രമാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വർക്ക് വന്നത് ഹാളിലും അതുപോലെ ലിവിങ് റൂമിലും ഒക്കെയാണ് നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളൂ. ഫുള്ള് വുഡാണ് സീലിങ്ങിൽ വന്നത്. ഇവിടെ വന്നത് ഇവിടെയാണ് ബെഡ് വന്നത്. ബെഡിൻ്റെ ഹെഡ് വന്നത് ഇത് 7 അടി പൊക്കത്തിലാണ് ഇതിൻ്റെ ഹെഡ് വന്നത് കേട്ടോ. 7 അടി പൊക്കം. അതിന് ആ ബാത്റൂമിൻ്റെ ഡോറ്, അതായത് ഈ ഡ്രസ്സിങ് റൂമിൻ്റെ ഡോറ് കട്ടലിൻ്റെ ഹെഡിൻ്റെ ഉള്ളിലേക്ക് സ്ലൈഡിങ് ഡോറായിട്ട് കട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പാകത്തിനാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ വയറൊക്കെ നമ്മൾ കട്ടലിൻ്റെ ഹെഡിൽ വരും. ആ കട്ടലിൻ്റെ ഹെഡിലേക്ക് ഈ ഡോർ കയറി പോകാവുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തതാണ്. എല്ലായിടത്തും വേവിൻ്റെ ഉണ്ട്. അതുപോലെ ബെഡ്റൂമിലെ ഇത് വാൾഡ്രോബ് ഇവിടെ പറഞ്ഞുണ്ട്. എൽ ഷേപ്പിനാണ് ഇവിടെ വാൾഡ്രോബ് വന്നത്. അല്ലാതെ ഡ്രസ്സിങ് റൂമുണ്ട്, അതിനകത്തും വാൾഡ്രോബുണ്ട്. സീലിംഗ് എല്ലായിടത്തും കഴിഞ്ഞിരിക്കുന്നതാണ്. ബെഡ്റൂമിലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വന്ന ഏരിയയിൽ ഇപ്പോൾ പ്രയർ യൂണിറ്റ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തതാണ്. കൂടുതൽ വർക്ക് വരാവുന്ന രീതിയിൽ അതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് വിസിറ്റ് വരുന്ന ആൾക്കാർ കാണുന്ന ഏരിയയിൽ മാത്രമേ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. മുകളിലെ റൂമൊക്കെ ആണെങ്കിൽ തന്നെ സ്റ്റെയർ മരമാണ്, ഇരുമ്പ് ചെയ്തിട്ട് നമ്മൾ മരം പാനലിംഗ് ആണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് വരുന്ന ഏരിയയിലാണെങ്കിൽ നമ്മൾ ഓട് വെക്കണ പേരെയാണ്. ഈ ഓടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് മാത്രമേ മുകളിലെ വർക്കുകൾ ചെയ്യാവൂ. ഇവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യമൊന്നും കാണിക്കാനുള്ള ഇതുണ്ടോ, സിമ്പിളായിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളൂ. കോർണിഷ് അടിച്ചുള്ള വർക്കാണ് ചെയ്തത്. അത് നമ്മൾ ഡബിൾ ഹൈറ്റിൽ വന്നുകൊണ്ട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. കോവിനകത്തൊക്കെ പൊടിയിരുന്നാൽ അല്ലെങ്കിൽ പൊടിയിരുന്നാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ കോർണിഷ് അടിച്ച് വർക്ക് ഫിനിഷ് ചെയ്തത്. നമ്മുടെ വർക്കിനെ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഏരിയയിലൊക്കെ അല്ലെങ്കിൽ പൊടി കളയാവുന്ന രീതിയിൽ ഉള്ളിടത്ത് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്തടത്തു നിന്ന് നമ്മൾ ഇതുപോലെ കോർണിഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് മുകളിലൊരു ബെഡ്റൂമാണ് കേട്ടോ. സൈഡിലെ കോവും ഫുൾ സീലിങ്ങും സൈഡ് കോവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോവിൻ്റെ സൈഡിൽ കൂടെ അതായത് വുഡ് കളർ ഫുള്ളും ഉണ്ടാവും. ഇതൊരു ബെഡ്റൂമാണ്. ഇതിനകത്തൊന്നും അലമാരിയില്ല. ഇപ്പോൾ താഴെ വെള്ളം കാണിക്കുന്ന ഒരു പ്രത്യേകത കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവരെ ടൈല് ഒട്ടിക്കാനായിട്ട് മാർബിൾ ഒട്ടിക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേക്കുക. ഈ കട്ടിങ് കൂടെയാണ് വെള്ളം കൂടുതലും ബെഡ്റൂമിലേക്ക് വേണ്ടത്. ഈ കട്ടിങ് ഇതിൽ ഈ ഡബിൾ ഹൈറ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളം കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു വെള്ളത്തിൻ്റെ കാലിപ്പ് വേണ്ടത് അവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ടോ, അവിടെ കണ്ടോ. ഈ കട്ടിങ് ഉണ്ടോ, ഈ കട്ടിങ്ങിൻ്റെ അവിടെ ഭാഗത്താണ് നമ്മളിപ്പോൾ ലിവിങ് റൂമിൻ്റെ മുകളിൽ വെള്ളം വന്നെ കാണിച്ചില്ല. അപ്പോൾ ഇതുപോലെ കട്ടിങ് വരുമ്പോൾ കട്ടിങ്ങിൽ കൂടെ വെള്ളം വരും. അതുപോലെ ഇവിടെ പുറത്തും അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പുറത്ത് കട്ട് ചെയ്തിട്ടുണ്ടോ, ഇതുപോലെ കട്ടിങ് വരുമ്പോൾ ഈ കട്ടിങ്ങിൽ കൂടെയാണ് അപ്പുറത്തേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. ഇത് ഓട് വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടേക്കാണ്. ഓട് വർക്ക് കഴിയുകയാണെങ്കിൽ നമ്മുടെ വർക്കിന് കുഴപ്പമുണ്ടാവില്ല. ഓട് വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വെള്ളം അകത്തേക്ക് എന്തായാലും കാണിക്കും. അപ്പോൾ സീലിങ്ങിന് പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുപോലെയുള്ള വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീടിനകത്ത് ജിപ്സം വർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പരമാവധി ഓട് വെച്ചതിന് ശേഷം മാത്രം ജിപ്സം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കംപ്ലൈൻറ്റ് വരും, പിന്നെ പൊളിച്ച് പണിയേണ്ടി വരും. ജിപ്സത്തിൽ വെള്ളം ഒരു 2-3 തുള്ളി അങ്ങനെ ഒരു ഡ്രോപ്പൊക്കെ ആയിട്ട് ചാടുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് കണ്ടിന്യൂസ്ലി ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജിപ്സം പോവും. ഇതുപോലെ പൂപ്പിൽ വന്ന് ആ ജിപ്സം കംപ്ലൈൻറ്റ് വരും. അത് ഇപ്പോൾ ലിവിങ് റൂമിലും ഈ കയറി വരുന്നിടത്ത് മാത്രമാണ് കൂടുതലും കാണിക്കണോ. രണ്ട് സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഡിസൈൻ വർക്ക് മൾട്ടിവുഡും CNC കട്ടിങ്ങും ഉള്ളതാണ്, ചെയ്യാനുള്ളതാണ്. അതാണ് വേറെ വർക്കൊന്നും വരാത്ത ഫുള്ളും വുഡ് വർക്കാണ് നമ്മൾ കൂടുതലും. ഇതിനകത്ത് അതുപോലെ CNC കട്ടിങ് ഉണ്ട്. ഈ സെൻട്രൽ പോർഷൻ നമ്മൾ CNC കട്ടിങ് വരാനുള്ള ആക്രിലിക് കട്ട് ചെയ്ത് ഒട്ടിക്കാനുള്ളതാണ്. ലൈറ്റിട്ട് അതുപോലെ ആർച്ചിലൊക്കെ റൗണ്ടിലൊക്കെ ഇങ്ങനെ വരാനുള്ളതാണ്. തൂണേക്കടെയൊക്കെ ലൈറ്റിൻ്റെ പോയിൻറ്റും പാനലിങ്ങാണ് ഫുള്ളും. പെയിൻ്റ് അടിക്കാത്ത ഏരിയയിലൊക്കെ നമ്മുടെ വർക്കാണ്. ഇൻറ്റീരിയർ വർക്ക് ഫുള്ളും ചെയ്യാനുള്ളതാണ്. കബോർഡ് വർക്കും അതുപോലെ. അപ്പോൾ ഇതാണ് നമ്മൾ ജിപ്സം വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വീടുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഓട് വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. വെള്ളത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സീലിംഗ് തന്നെ ചെയ്തത് വെള്ളത്തിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സീലിംഗ് ചെയ്തേക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചാടി പോകാത്ത രീതിയിലുള്ള വെള്ളത്തിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ സീലിംഗ് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഓരോ നമ്മുടെ ജോയിൻറ്റ് ഫില്ലർ മാത്രം ഇട്ട് റെഡിയാക്കി നിർത്തിക്കാണ്. ഇനി ആ സെക്ഷൻ അടിച്ച ഭാഗത്ത് നമ്മൾ മൾട്ടിവുഡാണ് സ്ക്രൂ ചെയ്യണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക ഒട്ടിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിർത്തിയേക്കുന്നത്. ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മരം സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. മരത്തിൻ്റെ പാനലിങ്ങാണ് ഫുള്ളും വന്നത്. സൈഡ് എഡ്ജ് ഈ സ്റ്റെയർ കയറി വന്ന ഏരിയ ഒക്കെ മരമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീഡിയോ, അല്ല ഈ വർക്കിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിപ്സം ചെയ്യുമ്പോൾ ഓട് ചെയ്യാനുള്ള പരിപാടിയാണെങ്കിൽ വെള്ളം കാലിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കാലിപ്പ് നിർത്തിയതിന് ശേഷം മാത്രമാണ് ജിപ്സം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം.